മലയാള സിനിമയിലെ ഒരു യുഗം അവസാനിച്ചിരിക്കുന്നു. ശ്രീനിച്ചേട്ട എന്ന് എല്ലാവരും വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ. അദ്ദേഹം തൻ്റെ 69ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുകയാണ്. ഒരുപാട് നമ്മളെ സിനിമ കാണാൻ പഠിപ്പിച്ച ഒരുപാട് സിനിമകൾ നമുക്ക് ചിരിക്കാൻ തന്ന ഒരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ പറയാം. ശ്രീനിയേട്ടനെ പോലെ വേറൊരു വ്യക്തി മലയാള സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒപ്പമിരിക്കുന്ന ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഒക്കെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കാണാം. കാരണം അവരുടെയൊക്കെ ഒപ്പം എത്രയോ സിനിമകളാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇവർ ഒന്നിച്ച് അഭിനയിച്ച സിനിമകളൊക്കെ തന്നെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച സിനിമകളുമാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഹൃദയഭാരത്തോടെയാണ് കൂട്ടുകാരനെ കാണാനായിട്ട് മമ്മൂക്കയും ലാലേട്ടനുമൊക്കെ എത്തിയത്. സിനിമാ മേഖലയിലെ എല്ലാവരും പ്രിയ ശ്രീനിച്ചേട്ടൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്താനും അദ്ദേഹത്തെ അവസാനം ഒരു നോക്ക് കാണാനുമായിട്ട് എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് ഇനി സിനിമകളൊന്നും വരില്ലല്ലോ എന്നോർക്കുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. കാരണം മനുഷ്യനെ അത്രയ്ക്ക് ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത മലയാള സിനിമകൾ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് മലയാള സിനിമാ ലോകത്തിനും മലയാളികൾക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ്. മലയാള സിനിമയ്ക്കൊരു വസന്ത തന്നെ കൊടുത്ത ഒരുപാട് പ്രിയപ്പെട്ട നടന്മാർ ഇന്ന് നമ്മുടെ ഒപ്പമില്ല. അതിനൊപ്പം ഇപ്പോൾ ശ്രീനിയേട്ടനും നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ തമാശകളും നർമ്മം നിറഞ്ഞ സംസാരങ്ങളും അതേപോലെ തന്നെ തൻ്റെ കാഴ്ചപ്പാടുകളുമൊക്കെ ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി നമ്മുടെ ഓർമ്മകളിലും വീഡിയോസിലും മാത്രമായിട്ട് ഒതുങ്ങുമല്ലോ എന്നോർക്കുമ്പോൾ ഒരുപാട് മനസ്സിൽ വിഷമം തോന്നുന്നു. പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മഴവിൽ മീഡിയ.